ക്ഷമ ബൈബിൾ ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെശയ്യാവ് അധ്യായം 10 ബൈബിൾ ക്വിസ്. കർത്താവ് ഒരു അയ്യോ കഷ്ടം പ്രഖ്യാപിക്കുന്നു. ഏതുതരം ചട്ടം നിയമിക്കുന്നവർക്ക്? നീതികെട്ട ചട്ടം നിയമിക്കുന്നവർക്ക്. എന്ത് എഴുതി വെക്കുന്ന എഴുത്തുകാർക്ക് കർത്താവ് ഒരു അയ്യോ കഷ്ടം പ്രഖ്യാപിക്കുന്നു? അനർത്ഥം എഴുതി വെക്കുന്ന എഴുത്തുകാർക്ക്. നീതികെട്ട ഭരണാധികാരികൾ നീതികെട്ട ചട്ടം നിയമിക്കുന്നതും അനർത്ഥം എഴുതി വെക്കുന്നതും എന്തിനു വേണ്ടിയാണ്? ദരിദ്രന്മാരുടെ ന്യായം മറിച്ചു കളവാനും ജനത്തിലെ എളിയവരുടെ അവകാശം ഇല്ലാതാക്കുവാനും വിധവമാർ തങ്ങൾക്ക് കൊള്ളയായി തീരുവാനും അനാഥന്മാരെ തങ്ങൾക്ക് ഇരയാക്കുവാനും. എളിയവർക്കും അനാഥർക്കും വിധവമാർക്കുമെതിരെ നീതികെട്ട ചട്ടം നിയമിക്കുന്നവരോടും അനർത്ഥം എഴുതി വെക്കുന്ന എഴുത്തുകാരോടും യഹോവ എന്ത് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്? സന്ദർശന ദിവസത്തിലും ദൂരത്തു നിന്ന് വരുന്ന വിനാശത്തെങ്കിലും നിങ്ങൾ എന്തു ചെയ്യും? സഹായത്തിനായിട്ട് നിങ്ങൾ ആരുടെ അടുക്കൽ ഓടിപ്പോകും? നിങ്ങളുടെ മഹത്വം നിങ്ങൾ എവിടെ വെച്ചുകൊള്ളും? എളിയവർക്കും അനാഥർക്കും വിധവമാർക്കുമെതിരെ നീതികെട്ട ചട്ടം നിയമിക്കുന്നവരും അനർത്ഥം എഴുതി വെക്കുന്ന എഴുത്തുകാരും എന്ത് ചെയ്യുകയുള്ളൂ എന്നാണ് യെശയ്യാവ് പറയുന്നത്. അവർ ബദ്ധന്മാരുടെ കീഴെ കുനിയുകയും ഹതന്മാരുടെ കീഴെ വീഴുകയും ചെയ്യുകയുള്ളൂ. ഏത് ജനതയ്ക്കെതിരെയാണ് കർത്താവ് ഒരു അയ്യോ കഷ്ടം പ്രഖ്യാപിച്ചത്? അശൂരിന് എതിരെ. ദൈവത്തിന്റെ കോപത്തിന്റെ കോൽ എന്ന ആരുടെ വിശേഷണമാണ്? അശൂരിന്റെ. അശൂരിന്റെ കയ്യിലെ വടി എന്താകുന്നു? യഹോവയുടെ ക്രോധം. ദൈവം അശൂരിനെ ഏതുതരം ജാതിക്ക് നേരെയാണ് അയക്കുന്നത്? അശുദ്ധമായൊരു ജാതിക്ക് നേരെ. ഏത് ജനത്തിനു വിരോധമായാണ് യഹോവ കൽപ്പന കൊടുക്കുന്നത്? യഹോവയുടെ ക്രോധം വഹിക്കുന്ന ജനത്തിന് വിരോധമായി. അശൂർ അങ്ങനെയല്ല നിരൂപിക്കുന്നത്. തന്റെ ഹൃദയത്തിൽ അങ്ങനെയല്ല വിചാരിക്കുന്നത്. അശൂരിന്റെ താല്പര്യം എന്തായിരുന്നു? നശിപ്പിക്കാനും അനേകം ജാതികളെ ഛേദിച്ചു കളവാനും അത്രേ. അശൂർ തന്റെ പ്രഭുക്കന്മാരെ കുറിച്ച് എന്തു പറയുന്നു? എന്റെ പ്രഭുക്കന്മാരൊക്കെയും രാജാക്കന്മാരല്ലയോ? തന്റെ വിജയത്തിലുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കാൻ അശൂർ രാജാവ് ഏതൊക്കെ നഗരങ്ങളെ താരതമ്യം ചെയ്യുന്നു? കൽനോ കർക്കമിഷിനെ പോലെ അല്ലയോ? ഹമാത്ത് അർപ്പാദിനെ പോലെ അല്ലയോ? ശമര്യ ദമശേക്കിനെ പോലെ അല്ലയോ? മിഥ്യാമൂർത്തികളുടെ രാജ്യങ്ങളെ കുറിച്ച് അശൂർ എന്താണ് പറയുന്നത്? യെരുശലേമിലും ശമര്യയിലും ഉള്ളവയേക്കാൾ വിശേഷമായ ബിംബങ്ങൾ ഉണ്ടായിരുന്ന മിഥ്യാമൂർത്തികളുടെ രാജ്യങ്ങൾ. യെരുശലേമിനോടും അതിലെ വിഗ്രഹങ്ങളോടും ആരോട് ചെയ്തതുപോലെ ചെയ്യുകയില്ലയോ എന്നാണ് അശൂർ രാജാവ് ചോദിക്കുന്നത്. ഞാൻ ശമര്യയോടും അതിലെ മിഥ്യാമൂർത്തികളോടും ചെയ്തതുപോലെ ഞാൻ യെരുശലേമിനോടും അതിലെ വിഗ്രഹങ്ങളോടും ചെയ്യുകയില്ലേ? കർത്താവ് സീയോൻ പർവ്വതത്തിലും യെരുശലേമിലും തന്റെ പ്രവൃത്തിയൊക്കെയും തീർത്ത ശേഷം അശൂർ രാജാവിനോട് എന്തു ചെയ്യും? അശൂർ രാജാവിന്റെ അഹങ്കാരത്തിന്റെ ഫലത്തെയും അവന്റെ ഉന്നത ഭാവത്തിന്റെ മഹിമയെയും സന്ദർശിക്കും. അശൂർ രാജാവ് തന്റെ ശക്തിയെക്കുറിച്ച് എന്ത് പ്രശംസിക്കുന്നു?
എൻ്റെ കൈയുടെ ശക്തി കൊണ്ടും എൻ്റെ ജ്ഞാനം കൊണ്ടും ഞാൻ ഇത് ചെയ്തു. ഞാൻ ബുദ്ധിമാൻ. അശ്ശൂർ രാജാവ് ചെയ്തതായി അവകാശപ്പെടുന്ന 3 കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഞാൻ ജാതികളുടെ അതിരുകളെ മാറ്റുകയും അവരുടെ ഭണ്ഡാരങ്ങളെ കവർന്നു കളയുകയും പരാക്രമിയെപ്പോലെ സിംഹാസനസ്ഥന്മാരെ താഴ്ത്തുകയും ചെയ്തിരിക്കുന്നു. അശ്ശൂർ തന്റെ കൈ ജാതികളുടെ ധനത്തെ എങ്ങനെ എത്തിപ്പിടിച്ചു? ഒരു പക്ഷിക്കൂടിനെ പോലെ എത്തിപ്പിടിച്ചു. ചിറക് അനക്കുകയോ ചുണ്ട് തുറക്കുകയോ ചിലയ്ക്കുകയോ ചെയ്യുവാൻ ആരും ഉണ്ടായിരുന്നില്ല. എപ്പോൾ? അശ്ശൂർ തന്റെ കൈ ജാതികളുടെ ധനത്തെ ഒരു പക്ഷിക്കൂടിനെ പോലെ എത്തിപ്പിടിച്ചു. ഉപേക്ഷിച്ചു കളഞ്ഞ മുട്ടകളെ ശേഖരിക്കുന്നത് പോലെ താൻ സർവ്വഭൂമിയെയും കൂട്ടിച്ചേർത്തപ്പോൾ. വെട്ടുന്നവനോടെ കോടാലി വമ്പു പറയുമോ? വലിക്കുന്നവനോടെ ഈർച്ചവാൾ വലിപ്പം കാട്ടുമോ? വമ്പു പറയുന്നതും വലിപ്പം കാട്ടുന്നതും ആരാണ്? അശ്ശൂർ. യഹോവയായ കർത്താവ് അശ്ശൂർ രാജാവിന്റെ പുഷ്ടന്മാരുടെ ഇടയിൽ അയക്കും എന്ന് പറഞ്ഞ രോഗം എന്ത്? ക്ഷയം. ഇസ്രയേലിന്റെ വെളിച്ചം എന്തായിരിക്കും? ഒരു തീയായിരിക്കും. ഇസ്രയേലിന്റെ പരിശുദ്ധൻ എന്തായിരിക്കും? ഒരു ജ്വാലയായിരിക്കും. ഇസ്രയേലിന്റെ വെളിച്ചം ഒരു തീയായും അവന്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായും ഇരുന്ന് അത് കത്തി ഒരു ദിവസം കൊണ്ട് എന്ത് ദഹിപ്പിച്ചു കളയും? അശ്ശൂരിന്റെ മുള്ളും പറക്കാരെയും ദഹിപ്പിച്ചു കളയും. അശ്ശൂരിന്റെ കാട്ടിൽ ശേഷിച്ചിരിക്കുന്ന വൃക്ഷങ്ങൾ എത്രയായിരിക്കും? ചുരുക്കം ആയിരിക്കും. ഒരു ബാലന് അവയെ എണ്ണിയെടുക്കാം. അന്നാളിൽ ഇസ്രയേലിൽ ശേഷിച്ചവരും യാക്കോബ് ഗൃഹത്തിലെ രക്ഷിതഗണവും തങ്ങളെ അടിച്ചവനെ ഇനി ആശ്രയിക്കാതെ ആരിൽ പരമാർത്ഥമായി ആശ്രയിക്കും? ഇസ്രയേലിന്റെ പരിശുദ്ധനായ യഹോവയെ പരമാർത്ഥമായി ആശ്രയിക്കും. യാക്കോബിന്റെ ശേഷിപ്പ് ആരിലേക്ക് മടങ്ങി വരും? വീരനാം ദൈവത്തിങ്കലേക്ക് മടങ്ങി വരും. ഇസ്രയേൽ ജനം കടൽക്കരയിലെ മണൽ പോലെ ആയിരുന്നാലും അവർക്ക് എന്ത് സംഭവിക്കും? അതിൽ ഒരു ശേഷിപ്പ് മാത്രം മടങ്ങി വരും. സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് സർവ്വഭൂമിയുടെയും മധ്യേ എന്തു വരുത്തും? നിർണയിക്കപ്പെട്ട സംഹാരം വരുത്തും. യഹോവ സിയോനിൽ വസിക്കുന്ന തന്റെ ജനത്തോടെ അശ്ശൂരിനെ കുറിച്ച് എന്ത് അരുളി ചെയ്തു? അശ്ശൂർ വടികൊണ്ട് നിന്നെ അടിക്കുകയും മിസ്രയീമിന്റെ വിധത്തിൽ നിന്റെ നേരെ ചൂരിൽ ഓങ്ങുകയും ചെയ്താലും നീ അവനെ ഭയപ്പെടേണ്ട. ആരുടെ സംഹാരത്തിൽ എന്ന പോലെയാണ് സൈന്യങ്ങളുടെ യഹോവ അശ്ശൂരിന്റെ നേരെ ഒരു ചമ്മട്ടിയെ പൊക്കുന്നത്. ഓറേബ് പാറയ്ക്കരികെ വെച്ചുള്ള മിദ്യാന്റെ സംഹാരത്തിൽ എന്ന പോലെ. അന്നാളിൽ ആരുടെ ചുമട് നിന്റെ തോളിൽ നിന്നും ആരുടെ മുഖം നിന്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും? അശ്ശൂരിന്റെ. ഇസ്രയേലിന്റെ പുഷ്ടി നിമിത്തം എന്ത് സംഭവിക്കും? മുഖം തകർന്നു പോകും. അശ്ശൂർ എവിടെ എത്തി എവിടെ കടന്ന് തന്റെ പടക്കോപ്പ് വെച്ചിരിക്കുന്നു? അവൻ അയ്യാത്തിലെത്തി മിഗ്രോനിൽ കൂടി കടന്ന് മിക്മാശിൽ തന്റെ പടക്കോപ്പ് വെച്ചിരിക്കുന്നു. അശ്ശൂർ ചുരം കടന്ന് ഗേബയിൽ രാപാർത്ഥത്തിന്റെ ഫലമായി ആര് നടുങ്ങുന്നു? ആര് ഓടിപ്പോയി? റാമ നടുങ്ങുന്നു. ശൗലിന്റെ ഗിബയ ഓടിപ്പോയി.
യെശയ്യാവ് ആരോടെല്ലാം ഉറക്ക നിലവിളിക്കുക, ശ്രദ്ധിച്ചു കേൾക്കുക, ഉത്തരം പറയുക എന്ന് പറയുന്നു. ഡൽഹി പുത്രിയോടും ലേശിനോടും അനാഥോത്തിനോടും. മദ്മേന എന്ന സ്ഥലനിവാസികൾക്ക് എന്ത് സംഭവിക്കും? ഓട്ടം തുടങ്ങിയിരിക്കും. ഓട്ടത്തിന് വട്ടം കൂട്ടുന്നത് ആരാണ്? യബീൻ നിവാസികൾ. ഇന്ന് അശൂർ താമസിക്കുന്നത് എവിടെ? നോബിൽ. അശൂർ ആരുടെ നേരെയാണ് കൈകൊടുക്കുന്നത്? യെരുശലേം ഗിരിയായ സിയോൻ പുത്രിയുടെ പർവ്വതത്തിന്റെ നേരെ. സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് കൊമ്പുകളെ ഭയങ്കരമായി മുറിച്ചു കളയുന്നത് എങ്ങനെയാണ്? പൊക്കത്തിൽ വളർന്നവയെ അവൻ വെട്ടിയിടുകയും ഉയർന്നവയെ താഴ്ത്തുകയും ചെയ്യും. യഹോവയായ കർത്താവ് വനത്തിലെ പള്ളക്കാടുകളെ എന്തുകൊണ്ടാണ് വെട്ടിക്കളയുന്നത്? ഇരുമ്പായുധം കൊണ്ട്. ആരും ബലവാന്റെ കൈയാൽ വീണുപോകും. ലെബാനോൻ. ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇവിടെ അവസാനിക്കുന്നു. ദൈവം എല്ലാവരും